ഹലോ, സുഖമാണോ എല്ലാവർക്കും? അപ്പോളേ ഞാനിന്നൊരു യാത്രയിലാട്ടോ. വേറെ എങ്ങോട്ടും അല്ല, UAE എന്ന ഈ മഹാരാജ്യത്തിൻ്റെ ഉള്ളിലുള്ള വേറൊരു കൊച്ചു രാജ്യം കാണാൻ. അതെ, ആ കൊച്ചു രാജ്യം വേറൊന്നുമല്ല, ഒമാൻ. അപ്പം നിങ്ങൾ വിചാരിക്കും അത് അയൽ രാജ്യമല്ലേ എന്ന്. അതെ, ഒമാൻ UAEയുടെ അയൽ രാജ്യമാണ്, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യവുമാണ്. പക്ഷേ ആ ഒമാൻ്റെ ഒരു ചെറിയ ഭാഗമായ ഒരു ഒമാൻ സിറ്റി നമ്മുടെ ഈ UAE രാജ്യത്തിനകത്തുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ധാരണയുണ്ടോ? നിറയെ വീഡിയോസൊക്കെ അതിനെക്കുറിച്ചുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും ഞാൻ ആദ്യമായിട്ട് ഈ യാത്ര നടത്തിയപ്പോൾ വിചാരിച്ചു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നിങ്ങളെയും കൂടെ കാണിച്ചേക്കാമെന്ന്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോകുന്നത് UAEക്കകത്തുള്ള ഒമാൻ എന്ന ഈ കൊച്ചു രാജ്യം കാണാൻ. അതെ, ഷാർജ, ദുബായ്, ഷാർജ എല്ലാം കടന്ന് കോർഫഖാൻ വഴി ഫുജേറ വഴിയാട്ടോ ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയതാണേ. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ടും ഞങ്ങൾക്ക് വഴി തെറ്റി. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറേ മലനിരകളുടെ ഇടയിലൂടെ വിശാലമായ റോഡ്, ചുട്ടു പഴുത്ത് കിടക്കുന്ന മലനിരകൾ, അതും വെയിൽ കൊണ്ടിട്ട് കണ്ണ് നമുക്ക് പൊളിച്ചു പോകും ഇങ്ങനെ നോക്കാൻ. അതുപോലത്തെ അവസ്ഥയിലാട്ടോ ഈ മലകൾ ഇങ്ങനെ നിവർന്ന് കിടക്കുന്നത്. അതിൻ്റെ നടുക്കൂടെ ഈ വെയിലും കൊണ്ടുള്ള റോട്ടിൽ കൂടെ ഞങ്ങളങ്ങ് പോയി ഒരു യാത്ര. ഒരു മരങ്ങളോ ഒരു കുഞ്ഞു ചെടിയോ ഒന്നുമില്ല കേട്ടോ. ഫുൾ പാറക്കെട്ടുകൾ അടങ്ങിയ ഈ മലകൾ മാത്രം. പക്ഷെ അതും കാണാനൊരു ഭംഗിയായിരുന്നേ. അതെല്ലാം ആസ്വദിച്ച റോഡിൽ കൂടെയുള്ള യാത്ര. റോഡാണെങ്കിലോ ഒരന്തവുമില്ലാതെ ഇങ്ങനെ നീണ്ടു നിവർന്നങ്ങ് കിടക്കുക കേട്ടോ. പൊക്കത്തോട്ടും കയറുന്നുണ്ട്, താഴോട്ടും ഇറങ്ങുന്നുണ്ട്. അങ്ങനത്തെ രീതിയിൽ മുകളിലേക്ക് കയറി പോകുമ്പോഴുണ്ടല്ലോ ചെവിയൊക്കെ അടയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ഇത് കയറ്റം കയറുകയാണ് എന്നുള്ളത്. അതുവരെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഈ മലകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ആ റോഡ് വഴി യാത്ര ചെയ്ത് ഫൈനലി ഞങ്ങളൊരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇതിനിടയിൽ ഞങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയായിരുന്നു കേട്ടോ. ഫുജേറ സിറ്റിയിൽ പോയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഒമാനിലെത്തി സുഹൃത്തുക്കളെ, ഒമാനിലെത്തി. ഒമാനിലേക്ക് കടന്ന റോഡാണിത്. രണ്ട് സൈഡും പച്ച നിറത്തിലെ മരങ്ങൾ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടു. നല്ല ചെടികളൊക്കെ വെച്ചുപിടിപ്പിച്ച് റോഡിൻ്റെ രണ്ട് സൈഡും ഭംഗി കൂട്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ഒമാനിലെ മദ്ദ എന്ന സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. മദ്ദ എന്ന ആ സ്ഥലത്തിൻ്റെ പേര്. ആ മദ്ദയിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനുണ്ട്. വളരെ അമ്പരിപ്പിക്കുന്ന തരത്തിൽ ഈ UAEയിൽ ഇങ്ങനെയുമോ എന്ന് ചിന്തിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള ഒരു റോഡാണ്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് വഴി തെറ്റിയതായിരിക്കും, ഈ റോഡിൻ്റെ എൻഡായിരിക്കും എന്ന്. ഒരു എൻഡായിട്ടാണ് കാണുന്നത് ഒരു സൈഡ്. പക്ഷേ അതിങ്ങനെ അനന്തതയിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുക. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത. UAEക്കകത്തുള്ള ഒമാനിൽ, ഇവിടെ UAE അല്ല ഭരിക്കുന്നത്, ഒമാനാണ്. ഒമാൻ്റെ ഫ്ലാഗുകളും ഒമാൻ്റെ പോലീസും ആർമിയും എല്ലാം ഒമാൻ്റെതാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ എത്തിയേക്കുന്നത് ഒരു ഒമാനിൽ തന്നെയാണ്, പക്ഷേ അതുള്ളത് UAEക്കകത്താണ്. ഈ കാണുന്നത് ഒരു വാട്ടർ ഫൗണ്ടെയിനാണ്. ഞങ്ങൾ ഫസ്റ്റ് പോയത് ഇങ്ങോട്ടാട്ടോ. ഈ വാട്ടർ ഫൗണ്ടെയിൻ ഞങ്ങൾ പോകുമ്പം അടച്ചിട്ടേക്കുമായിരുന്നേ. അതായത് നമുക്ക് അടുത്ത് ചെന്ന് നിന്ന് കാണാൻ പറ്റും, പക്ഷേ വെള്ളമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ വേനൽക്കാലമല്ലേ, സീസൺ അല്ലല്ലോ, മേ ബി അത് ഓപ്പൺ ആവത്തില്ലായിരിക്കുമെന്ന്. പക്ഷെ ഞങ്ങൾ ചെന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരത് ഓണാക്കി. വളരെയധികം ഭംഗിയായിട്ട് ബുദ്ധിപൂർവവും ആ മലനിരകളുടെയും മണലാരണ്യങ്ങളുടെയും ഇടയിൽ ഇങ്ങനൊരു സെറ്റപ്പ്, അത് വളരെ ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. ഇതൊന്നുമില്ല, ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്തുണ്ടല്ലോ അവർ വെള്ളം തടാകം പോലെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മേളിൽ കയറ്റി ഈ കാണുന്ന വാട്ടർ ഫൗണ്ടെയിൻ സെറ്റ് ചെയ്തേക്കുന്നത് വഴി ഒഴുക്കി വിടുക ചെയ്യുന്നത്. ഇതാണ് കേട്ടോ അവർ വെള്ളം സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബുദ്ധിപൂർവം എന്ന്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ആവാം. കുറച്ച് സ്ഥലമുള്ളിടത്തും ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇവരിത് നല്ലൊരു സ്പേസിൽ ചെയ്തേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ ഐഡിയ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വെള്ളം പമ്പ് ചെയ്ത് മേളിൽ കയറ്റി ആ കെട്ടിയിട്ടേക്കുന്ന ഫൗണ്ടെയിൻ വഴിയായിട്ട് ഒഴുക്കി താഴേക്ക് ഇറക്കുക ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഇത് അടച്ചിട്ടേക്കായിരിക്കും, എന്നാൽ നമുക്ക് തിരിച്ച് പോയ കാര്യമില്ല എന്ന് വിചാരിച്ച് നിന്ന സമയത്ത് അവർ പെട്ടെന്ന് അത് ഓണാക്കി.
അപ്പം വിചാരിച്ചു എന്നാൽ അതൊന്നൊന്ന് കണ്ടേച്ച് പോകാം എന്ന്. ചില്ലറ വെയിലല്ല കേട്ടോ, നല്ല അടിപൊളി വെയിലായിരുന്നു. അതും 50 ഡിഗ്രിക്ക് മേലെ ചുട്ടുപഴുത്ത് നിന്നാണെങ്കിലും ആ വെള്ളം മുഴുവൻ ഒഴുകി ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടു നിന്ന് ആസ്വദിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മധ്യയിലുള്ള വേറെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ. ആ പോകുന്ന വഴിക്ക് കാണുന്ന ഭംഗികളാണ് കേട്ടോ ഇതൊക്കെ. ഇതവിടുത്തെ ഓരോ ഓഫീസ് കെട്ടിടങ്ങളും വീടുകളും എല്ലാം ഉണ്ട്. പലതും പുതിയത് കെട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിനിടയിലൊക്കെ നല്ല പച്ചപ്പ് വിരിച്ച കുറേ മരങ്ങൾ, പള്ളി, ഇങ്ങനെ കുറേയധികം ഭംഗിയാർന്ന സ്ഥലങ്ങൾ കണ്ട് ആസ്വദിച്ച് ഇനി ഞങ്ങൾ ചെന്നെത്താൻ പോകുന്നത് ഇതൊന്നുമല്ലാതെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, എല്ലാം ഒരുപോലെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നീണ്ടു നിവർന്ന് കിടക്കുന്ന വീണ്ടും ഒരു റൂട്ടിൽ കൂടെ ഞങ്ങളങ്ങനെ ഓടിച്ചെന്ന് കയറിയത് ദേ കണ്ടോ ഒരു സ്ഥലത്തേക്ക്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് UAE-യിലാണോ എന്ന്. അതെ, ഇത് UAE-യിലുള്ള ഞാൻ പറഞ്ഞ ഒമാനിലെ മദ്ദ എന്ന സ്ഥലത്തുള്ള ഫാമുകളാണിത് കേട്ടോ. ഫാമുകളെന്ന് പറഞ്ഞാലും പോരാ, ഒരു 1.5 ഫാമുകൾ. ശരിക്കും നാട്ടിലെത്തിയ പോലെ. ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഒരു ഏരിയ കണ്ടേക്കുന്നത് തമിഴ്നാട്ടിലും പിന്നെ പാലക്കാട്. കോൺക്രീറ്റ് റോഡുകൾ, അതിൻ്റെ സൈഡിൽ വേലിയിൽ ചാരി നിൽക്കുന്ന കുറേ മരങ്ങൾ. നിങ്ങളും കണ്ടിട്ടില്ലേ അങ്ങനെയൊക്കെ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ഇട്ടേക്കണേ. അങ്ങനെ ഇതെല്ലാം ആസ്വദിച്ചതേ നിറച്ച് മാങ്ങ കാച്ചു നിൽക്കുന്ന മാവുകൾ, അതേപോലെ നാരകത്തിൻ്റെ ചെടി, ചെറുനാരങ്ങ ഇഷ്ടം പോലെ കാച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത്, മിക്ക ഫാമുകളുടെ ഉള്ളിലും ഈന്തപ്പഴം ഉണക്കാനിട്ടേക്കുന്നത് കണ്ടിരുന്നു. അവിടുത്തെ പനകളിലുണ്ടാകുന്ന ഈന്തപ്പഴം അവിടെ തന്നെ ഉണക്കി റെഡിയാക്കി എടുക്കുന്നതായിട്ടാണ് കണ്ടത്. ചിലപ്പോൾ അത് അവരുടെ പേഴ്സണൽ യൂസിനുള്ള സാധനമായിരിക്കാം. എനിവേ, പിന്നെ നിറച്ച് മാങ്ങ, പേരയ്ക്ക, അതേപോലെ പപ്പായ. പിന്നെ ദേ ഈ വരുന്ന ഗേറ്റിനകത്ത് നിൽക്കുന്ന വലിയ മരം കണ്ടോ, ഇതെന്താണെന്നറിയോ? ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. ഇത് നമ്മുടെ നാട്ടിലത്തെ പുളിയാണേ. ഏത് പുളിയാണെന്നോ? നമ്മുടെ സാമ്പാറിനൊക്കെ പിഴിഞ്ഞൊഴിക്കുന്ന പിഴുപുളിയില്ലേ, ആ പുളിയുടെ മരവാ. എന്ത് പടർന്ന് പന്തലിച്ച് നിറച്ച് പുളിയും കായ്ച്ചു നിൽപ്പുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ശരിക്കും അയ്യോ ഇവിടെയും പുളിയോ എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ പോയ വണ്ടി, അത് ഒമാൻ പോലീസാണ്. ഒമാൻ പോലീസിൻ്റെ വണ്ടിയാണ് ആ പോകുന്നത് കേട്ടോ. വഴിക്ക് വെച്ച് ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് കയറി പോയതാണ്. അപ്പം ഞങ്ങൾക്കൊരു ചെറിയൊരു ഡൗട്ട് തോന്നി, ഈ വഴി ഇനി നമ്മൾ പോകാൻ പാടില്ല എന്നുണ്ടോ? പോലീസൊക്കെ പോകുന്നുണ്ടല്ലോ, ഈശ്വര, ഇനി ഞങ്ങളെ പിടിച്ച് നിർത്തി ഇതിലേ കൂടെ വരരുതെന്നെങ്ങാനും പറയുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് ചാടുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഞങ്ങളെ ശല്യപ്പെടുത്തിയൊന്നുമില്ല കേട്ടോ. അവർ കൂളായിട്ട് അവരുടേതായിട്ടുള്ള ആവശ്യത്തിന് അങ്ങ് മുന്നോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഈ വഴികളൊക്കെ ആസ്വദിച്ച്. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ഇവിടെ കുഞ്ഞു ഫാം ഹൗസ് പോലെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ആ ഫാം ഹൗസിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ അവർ ബോർഡ് വെച്ചിട്ടുണ്ട്, ഡെയിലി റെൻറ്റിന് കൊടുക്കപ്പെടും എന്ന്. അപ്പം അങ്ങനെ ഒരു സ്റ്റേ കൂടെ അവിടെ വേണ്ടവർക്ക് സാധിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ആ ഫാമുകളെല്ലാം കണ്ട് ആസ്വദിച്ച് നാടിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് പോലെ ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ വന്നിറങ്ങിയത് ഈ മലനിരകൾക്കിടയിലൂടെ ഒരു ഓഫ് റോഡ് ഡ്രൈവിനായിരുന്നു. അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നേ. വല്ലാത്തൊരു ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ ചില സമയങ്ങളിൽ. വല്ലാത്ത ടെൻഷനൊന്നുമല്ല, നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു തരി വെള്ളം പോലും ഇല്ലാത്ത ചുട്ടുപഴുത്ത് നിൽക്കുന്ന മലകളുടെ ഇടയിൽ നിൽക്കുന്ന ചെടികളെ കണ്ടോ നിങ്ങൾ? ഞാൻ ചിന്തിച്ചു ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ വളരുന്നതെന്ന്. പിന്നെ ഈ വരുന്നത് ഇതൊരു ബസ്സാണ്. ഇത് ആൾക്കാരെ കൊണ്ടുപോകാൻ വരുന്ന ബസ്സല്ല കേട്ടോ, ഇതൊരു മിനി സൂപ്പർ മാർക്കറ്റാണ്. അതെ, ആ ബസ്സിനകത്തൊരു സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ കടകളൊന്നും ഞങ്ങൾ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ബസ് സർവീസാണ് അവിടെ ഉള്ളിലൊക്കെ താമസിക്കുന്നവർക്കുള്ള സാധനങ്ങൾ സർവേ ചെയ്യുന്നതും കൊടുക്കുന്നതെന്നും എനിക്ക് തോന്നിയത്. ആൾക്കാർക്ക് വേണ്ട രീതിയിൽ ഓർഡർ ചെയ്യുമ്പോൾ ഈ വണ്ടി ചെന്ന് കഴിഞ്ഞാൽ പോയി കയറി വാങ്ങിക്കാമല്ലോ. അപ്പം അതൊരു ഭംഗിയുള്ള കാര്യമായിട്ട് തോന്നിയിരുന്നു എനിക്ക്. അങ്ങനെ ഒമാനിലെ മദ്ദ എന്ന സ്ഥലം മുഴുവനായിട്ട് ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ നാടായ അബുദാബിയിലേക്ക് ഒരു യാത്ര വീണ്ടും. അങ്ങനെ തിരിച്ചൊരു യാത്ര നടത്തി അതേ മലനിരകൾക്കിടയിലൂടെ കേട്ടോ. അപ്പോൾ ഈ യാത്രകളൊക്കെ പോകുമ്പം എനിക്കിപ്പോൾ ഒരാഗ്രഹം, യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എന്നാൽ പിന്നെ ഇതൊക്കെ നിങ്ങളെ കൂടെ കാണിച്ചേക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ.